ഹായ് ഫ്രണ്ട്സ്, പച്ചപ്പാണിൻ്റെ സന്തോഷം ഇന്ന് ഒരു പുതിയ മേഖലയിലൂടെ യാത്ര ചെയ്യുകയാണ്. പ്രകൃതിയുടെ വിസ്മയങ്ങളായ കാഴ്ചകളൊക്കെ നമുക്ക് ഒരിക്കലും മറക്കാവുന്ന കാഴ്ചകളല്ല. അത്ര രസകരമാണ് പ്രകൃതിയുടെ കാഴ്ചകൾ. പക്ഷേ ഇത്തരം കാഴ്ചകളൊക്കെ നമുക്ക് എന്നും വീട്ടിലിരുന്ന് മാത്രം കാണുവാൻ കഴിയില്ല. അതിന് നമുക്ക് നല്ല ഭക്ഷണവും നല്ല ഡ്രസ്സും കൊച്ചു വാഹനവും നമുക്ക് സ്വന്തമായി വേണം. അത്തരമൊരു വാഹന മേഖലയിലേക്കാണ്, വാഹന വ്യാപാര മേഖലയിലേക്കാണ് നമ്മളിന്ന് കടക്കുന്നത്. ഓരോ നഗരത്തിനും ഓരോ നഗരപ്രാന്ത പ്രദേശങ്ങൾക്കും ഓരോ ചരിത്രങ്ങളുണ്ട്. ഇപ്പോൾ കോതമംഗലത്തിനാണെങ്കിൽ നെല്ലിക്കുഴി ഫർണിച്ചറിൻ്റെ കേന്ദ്രമാണ് കോതമംഗലം. തൃശ്ശൂരാണെങ്കിൽ സ്വർണ്ണമാണ്. മൂവാറ്റുപുഴയാണെങ്കിൽ അത് വാഹനങ്ങളാണ്. ലോകത്തുള്ള ഏത് കമ്പനിയുടെ വാഹനങ്ങളും മൂവാറ്റുപുഴ എന്ന് പറയുന്ന പ്രദേശങ്ങളിൽ ലഭ്യമാണ്. മൂവാറ്റുപുഴ അങ്ങനെ വാഹനങ്ങളുടെ മാർക്കറ്റിൻ്റെ പേര് കേട്ട മേഖലയാണ് മൂവാറ്റുപുഴ. മൂവാറ്റുപുഴയിലെ സെക്കൻഡ്സ് ഷോറൂമുകളിലൂടെ വെറുതെ ഒന്ന് കണ്ണോടിച്ചാൽ നമുക്ക് ലോകത്ത് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു പക്ഷേ ഭൂരിഭാഗം വാഹനങ്ങളും മൂവാറ്റുപുഴ ചിലപ്പോൾ ലഭിച്ചേക്കാം. അത്രമാത്രം വാഹന വ്യാവസായിക രംഗത്ത് മൂവാറ്റുപുഴ പ്രസിദ്ധമാണ്. മൂവാറ്റുപുഴ MC റോഡിൻ്റെ ഇരുവശങ്ങളിലൂടെ നമ്മൾ ഈ കാണുന്ന ഷോപ്പുകൾ ഏതൊക്കെയാണ് എന്തൊക്കെയാണ് എന്ന് ഒന്നും പറഞ്ഞറിയിക്കാൻ കഴിയില്ല. അത്രമാത്രം വാഹന വ്യാപാര ഷോപ്പുകളാണ് മൂവാറ്റുപുഴ മുതൽ മൂവാറ്റുപുഴയുടെ പ്രാന്തപ്രദേശങ്ങളിലെല്ലാം സ്ഥിതി ചെയ്യുന്നത്. ഇത് മൂവാറ്റുപുഴയുടെ MC റോഡിലെ കാഴ്ചകളാണ് എങ്കിൽ മറ്റ് പ്രാന്തപ്രദേശങ്ങളിലെ റോഡുകളിലും ഇത്തരം വാഹന ഷോപ്പുകൾ സജീവമാണ്. ഇത് സെക്കൻഡ്സ് വണ്ടികളാണെങ്കിൽ പുതിയ വാഹനങ്ങളുടെ വ്യാപാര മേഖല മറ്റൊരു റോഡിലാണ്. അത് മറ്റൊരു വീഡിയോയിൽ പിന്നീട് കാണിക്കാമെന്നുള്ളത് കൊണ്ട് ഇന്ന് ഇത്തരം കാഴ്ചകളിലൂടെ നമുക്കൊന്ന് പോകാം. മനുഷ്യന് സ്വന്തമായൊരു വാഹനം എല്ലാവരുടെയും സ്വപ്നമാണ്. നമ്മുടെ കഴിവിനും നമ്മുടെ കപ്പാസിറ്റിക്കും അനുസരിച്ച് ഒരു വാഹനം സ്വന്തമാക്കുക എന്നുള്ളത് എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യവുമാണ്. അങ്ങനെയുള്ള ഒരാൾക്ക് മൂവാറ്റുപുഴ വന്നാൽ ഒരു തലം മുതൽ അങ്ങേ തലയ്ക്ക് വരുമ്പോൾ എത്തി നമ്മൾ ഒന്ന് അന്വേഷിച്ച് കഴിഞ്ഞാൽ ഒരു പക്ഷേ നമ്മൾ ഏത് വാഹനമാണോ വാങ്ങാൻ ഉദ്ദേശിക്കുന്നത് അതിനേക്കാൾ മികച്ചതും നമ്മുടെ പരിധിക്കുള്ളിൽ നിൽക്കുന്നതുമായ വാഹനങ്ങളെ നമുക്ക് കണ്ടെത്താൻ കഴിയും എന്നുള്ളതാണ് മൂവാറ്റുപുഴയുടെ പ്രത്യേകത. ഇനി ചെറിയ വാഹനങ്ങൾ തൊട്ട് അങ്ങ് വലിയ വാഹനങ്ങൾ വരെ നാഷണൽ പെർമിറ്റ് ലോറിയോ സ്കൂൾ ബസ്സോ JCBയോ എന്ന് വേണ്ട എന്ത് വാഹനമായാലും അത് മൂവാറ്റുപുഴ ലഭ്യമാകും എന്നുള്ളതാണ് ഈ കാഴ്ചകൾ നമ്മെ പഠിപ്പിക്കുന്നത്. വാഹനങ്ങൾ ഇഷ്ടപ്പെടാത്തവരായി ആരും തന്നെ കാണില്ല. മൂവാറ്റുപുഴ വർഷങ്ങളായി വാഹന വ്യാപാര രംഗത്ത് പ്രസിദ്ധമാണ്. തന്നെയുമല്ല, പഴയ വാഹനങ്ങൾ വാങ്ങുമ്പോൾ ഇതിന് മറ്റ് ഫെസിലിറ്റികൾ അല്ലെങ്കിൽ ലോൺ സംവിധാനങ്ങൾ എന്തു വേണം, എല്ലാ സൗകര്യവും ഈ വ്യാപാരികൾ ഒരുക്കി തരുന്നു എന്നുള്ളതും വാങ്ങാൻ വരുന്നവരെ സംബന്ധിച്ച് ആശ്വാസമായ കാര്യങ്ങളാണ്. മൂവാറ്റുപുഴയെ അറിയുന്നവർക്ക് അറിയാം. ഈ ചാനലിലൂടെ കാണുകയും കേൾക്കുകയും ചെയ്യുന്നവർ മൂവാറ്റുപുഴയെക്കുറിച്ച് അറിയാവുന്നവരായിരിക്കാം. എന്നാലും രസകരമായ ഒരു കാഴ്ചകൾ ഒരു വാഹനം ഇഷ്ടപ്പെടുന്ന ഒരാൾ എന്ന നിലയിൽ വെറുതെ മൂവാറ്റുപുഴ MC റോഡിൻ്റെ ഇരുവശവും വാഹനങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന കാഴ്ച ഒന്ന് പകർത്തി നിങ്ങളിലേക്ക് എത്തിച്ചു എന്ന് മാത്രം. ഇതിന് ആരുടെയും അനുവാദം പോലും ചോദിച്ചിട്ടില്ല എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ്. കാരണം വാഹനങ്ങളെ ഇഷ്ടപ്പെടുന്ന ഒരാൾ എന്ന നിലയിലാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ പൊതുജനങ്ങൾക്കായി യൂട്യൂബിലൂടെ അപ്ലോഡ് ചെയ്യുന്നത്. സ്നേഹം നിറഞ്ഞവരെ, ഇത്തരം വീഡിയോകളും കാര്യങ്ങളുമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എൻ്റെ ചാനൽ പച്ചപ്പാണിൻ്റെ സന്തോഷം എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. കൂടുതൽ ഇഷ്ടമാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കും മറ്റ് ഗ്രൂപ്പുകൾക്കും എൻ്റെ ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കാം, ലൈക്ക് ചെയ്യാം. അതുപോലെ ഓൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്കെത്തും എന്നുള്ളതും എടുത്തു പറയട്ടെ. വാഹന വ്യാപാര മേഖല ഇഷ്ടപ്പെടുന്നവരായി എല്ലാവരും കാണും. അതിനാൽ എന്നെ കേൾക്കുകയും കാണുകയും ചെയ്ത നിങ്ങൾക്കേവർക്കും പച്ചപ്പാണിൻ്റെ സന്തോഷത്തിൻ്റെ നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് പച്ചപ്പാണിൻ്റെ സന്തോഷം ഇന്നത്തെ കാഴ്ചകൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്.
വീണ്ടും പുതിയ വീഡിയോ കാണുന്നത് വരേക്കും നിർത്തട്ടെ. ഗുഡ് ബൈ.